ആന ഉണ്ടാവൂലേ? ആനയുണ്ട് മേലെ, മേലെയുണ്ട്, ഭയങ്കര മണമുണ്ട്. ഒരു കറുത്ത സാധനം ഞാൻ കാണുന്നുണ്ട്. അന്നേരം ആന എന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നില്ല. കൊടയും ചൂടിയല്ലേ ഞാൻ വരുന്നു. അപ്പൊ ഇവിടുത്തെ എല്ലാം ഒടിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ചവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇവിടുത്തെ അടുപ്പുണ്ടാ, ആന കുത്തിയിട്ട് ഇവിടെ കൊമ്പോട് കുത്തിയാൻ പോകും. ആ ഇതല്ലേ ഇത് ഇവിടെ ഇത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങ് കയറിയിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞ് കുറച്ചുകൂടി ചെത്തിപ്പോയിട്ടുണ്ട്, തുണക്കോയിൽ കുത്തിയ ആളുണ്ടായില്ലേ. ആന വന്ന് എന്റെ ദൈവമേ, അന്നല്ല ഞാൻ ഒരു ഇഞ്ചി രക്ഷപ്പെട്ടത്. ആന നേരെ എനിക്ക് നേരെ തന്നെ, ഞാൻ എങ്ങോട്ട് ഓടിക്കയറുന്നേ മേലോട്ട്. ഇത് എന്നെ കണ്ട് ചുരുണ്ട് നിന്ന് വെക്കുവല്ലേ, വലിയ തടി ചുരുട്ടി നിന്ന് വെക്കുക. ഇത് ആനയോന്ന് പറഞ്ഞു ഒറ്റ എടുത്തു. അത് മാത്രമേ എനിക്ക് ഓർമ്മ, പിന്നെ എനിക്ക് ഓർമ്മയില്ല, ബോധം കെട്ടുപോയി. അപ്പൊ ഈ കമ്പിന്റെ ഇടക്കൂടെ എനിക്ക് വേഗം ഓടി അങ്ങോട്ട് പറ്റുന്നില്ല. ഇവിടെ ജനുവിന്റെ ഒക്കെ എന്നോട് പറഞ്ഞു, തങ്കച്ചി ഇത് ആന, തങ്കച്ചിൽ ഇപ്പം പിടിക്കുമെന്ന് പറയുമ്പോ ആന വന്ന് എന്റെ മുമ്പിൽ ചാടി. ഞാൻ അന്നലെ രക്ഷപ്പെട്ടത്. പുള്ളിക്കാരനാണെങ്കിൽ തലേ കൈ വെച്ചിട്ടുള്ള കാര്യമെന്ന് എന്തേണ്ടേ, പകല് പോലെ നമുക്ക് നടക്കാൻ വയ്യില്ല ഇപ്പം ആനയെ കൊണ്ട്. അവിടുന്ന് ഓടി വന്നിട്ട് എന്നെ അവിടെ നിന്ന് ഇതെല്ലാം ആന ചവിട്ടി ചതിച്ചതാ. ഇതൊക്കെ ആന എന്നെ എല്ലാ പണിയും ചെയ്തിട്ട് ആന ഒച്ചത്തല കാറൊക്കെ ഈ കുന്നും കയറി പോയാ പോലും. കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ കൊണ്ട് 10-15 ദിവസം കഴിഞ്ഞേരെ ഐസിയുന്നെല്ലാം പുറത്ത് വന്നേരം എനിക്ക് കണ്ണു തുറന്നു. പകലും പേടി തന്നെയല്ലേ, ഇതിലെ കൂടെ വരുന്ന നമ്മൾ അറിയോ. അങ്ങനത്തെ ജീവിതത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. വേറെ ഭൂമിയൊന്നും ഇല്ല, പിന്നെ എന്തെന്നാ ചെയ്യും, പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുമല്ലേ. ആന വന്ന് ഇവിടെ നിൽക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ 3 എണ്ണം, അല്ല മൊത്തം 4 ആന. അതിൽ ചെറിയ കുട്ടികളൊക്കെ 3, വലുത് കിടക്കും 4 എണ്ണം. ഞാൻ അവിടെ നിന്ന് മുറ്റത്ത് ചെയ്യണം. അപ്പോൾ ആന ഇതിൽ കയറാൻ ശ്രമിക്കുന്നത്. ഞാൻ അവിടെ മുറ്റത്ത് 2 ചാട്ടം ചാടിയപ്പോൾ 2 ആന ഈ മതിൽ കൂടി ചാടി അങ്ങ് കാട്ടി കയറി വന്ന്. അതിൻ്റെ കൂട്ടത്തിൽ കൊമ്പനാന ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പണിയാക്കി. പിന്നെ ആന ഇതിൽ ചാടിക്കയറി അങ്ങ് വന്നില്ല. പിന്നെ കൊമ്പനാന വിടുവോ? കുഞ്ഞന്നെ തള്ളയാന കൊണ്ട് അവിടെ മതിൽ ചാടിക്കയറാൻ ശ്രമിച്ചു. നമസ്കാരം, ഞാനിന്നുള്ളത് ആറളം ഫാമിലെ ബ്ലോക്ക് 10 കോട്ടപ്പാറ പ്രദേശത്താണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്തോടെ വന്നിരുന്നു. അതായത് അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂടെ AI സംവിധാനമുള്ള ഒരു സെൻസർ, കാട്ടാനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റൊക്കെ അടിക്കുന്ന, അലാറൊക്കെ അടിക്കുന്ന ഒരു സംഭവം, നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അത് ഫിറ്റ് ചെയ്യാനായിട്ട് വന്നത് നമ്മൾ ഈ ഒരു റോഡേ കൂടെയാണ്. അന്ന് അവരുടെ വണ്ടിക്കാണ് നമ്മൾ വന്നത്. അന്ന് പോയപ്പോൾ നമ്മൾ ജീപ്പിനൊക്കെയാണ് പോയത്. പക്ഷേ ഇന്ന് നമ്മൾ ആ വഴി കൂടെ നടന്നു പോകാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതേ വഴി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ താമസക്കാരുണ്ട്. 5-8 വീട്ടുകാർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുണ്ട്. കാട്ടാനയുടെ നടുവിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. നിരന്തരം കാട്ടാനകൾ പകൽ പോലും, നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് പോലും ചിലപ്പോൾ ആനയുടെ മുമ്പിൽ ചെന്ന് പെടാനുള്ള സാധ്യതയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അത്രത്തോളം വളരെ റിസ്ക് എടുത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും അങ്ങോട്ടൊന്ന് പോവുകയാണ്. അവിടെയുള്ള ആളുകളുടെ ഒരവസ്ഥ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കാട്ടാനയുടെ കയ്യിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ആളുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ കാട്ടാനയുടെ മുമ്പിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു അനുഭവം ഒക്കെ നേരിട്ടൊന്ന് അറിയുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോകാം. അവരോട് നേരിട്ടൊന്ന് കാണുകയും അവരെ ഒന്ന് നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ആറളം ഫാമിലെ ബ്ലോക്ക് 10-ലാണുള്ളത്. ഇവിടെ അതായത് ആനമതിൽ ഉള്ള ഒരു പ്രദേശമാണ്. നമ്മളിതിന് മുന്നേ ഈ ഒരു വഴിക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു. ഈ ഒരു വഴിക്ക് ഒരു 4-5 വീടുകളുണ്ട്. അവരൊറ്റപ്പെട്ട് താമസിക്കുന്ന പ്രദേശമാണ്. ഇതാണ് പഴയ ആനമതിലാട്ടോ. ഈ ഒരു വഴി കൂടെയൊക്കെയാണ് സ്ഥിരമായി കാട്ടാന കയറി വരുന്നതും, അല്ലെങ്കിൽ കാട്ടാനയെ തുരത്തി കഴിഞ്ഞാൽ കാട്ടാന ഓടിക്കയറി പോകുന്ന പ്രദേശങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ ആനമതിൽ ആന പൊളിച്ച് കളഞ്ഞിരിക്കുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം കമ്പികൾ ഇട്ടിട്ടുണ്ട്, കറണ്ട് കമ്പികൾ. പക്ഷെ അതൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇതിലേക്കായിരിക്കും ആന കയറി പോകുന്നത്. ഇതിലേ കയറി പോകുന്നത്. ഇതിലേ കയറും. ഇത് ഫെൻസിങ് ഇതെല്ലാം ആണല്ലേ. അതായത് അവിടെ നിന്ന് വർത്തുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരും. ഇതിലെ പകൽ സമയത്ത് ആന ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? നമ്മളന്ന് AI
മറ്റേ സെൻസർ പിടിപ്പിക്കാനായിട്ട് വന്ന പ്രദേശം ഇതാണ്. രാത്രിക്കൊന്നും പോക്ക് നടക്കില്ലല്ലേ? രാത്രി പോക്കാൻ കിട ഇതിന് പകല് കറണ്ട് ഉണ്ടാവും? കറണ്ട് പകലെന്ന് പറഞ്ഞാൽ ഇത് അവരിപ്പോ കൊടുത്തിരുന്ന അതായി ഒച്ച വെക്കുന്നത് ആ അതെ കറണ്ട് അടിക്കുന്ന വെച്ചാലേ പകലും ഇതിൽ കറണ്ട് ഉണ്ടാവും കേട്ടോ പറഞ്ഞു. ഇത് മൊത്തം ഈ അടുത്ത് തെളിച്ച കാട് അല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഹെവി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ഒരു വീട് നമുക്ക് കാണാം. ഇതിൻ്റെ ചുറ്റും ഇതാ ഫെൻസിങ്, അതായത് ആളുകൾ താമസിക്കുന്നതിൻ്റെ പ്രദേശത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ഫെൻസിങ്ങാണിത്. ഇതിന് പകലും കറണ്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ കാണുന്ന ഈ വഴിയുടെ നമുക്ക് ഈ വഴിയെ ഒരു ബൈക്കിന് പോലും പോരാൻ പറ്റാത്ത രീതിയിലുള്ള 4 വീൽ ജീപ്പ് മാത്രമേ പോകുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വന്യജീവി സങ്കേതമാണ്. ഇതാ അവിടെ ഒറ്റ കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കമ്പി പല സ്ഥലത്തും വലിയ ഹൈറ്റിലാണ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞ പോലെ ആന നേരെ ഇങ്ങോട്ട് കയറി വരാൻ എല്ലാ സാധ്യതയുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചേട്ടാ ഇത് കോട്ടപ്പാറ ബ്ലോക്ക് 10. ഇവിടെ രാത്രിയൊക്കെ രാത്രി ഒന്നും ഇറങ്ങി നടക്കൂല ഇവിടെ. ആണല്ലേ? ആനയായിരിക്കും ആനയായിരിക്കും രാത്രി. അപ്പോൾ ഈ പ്രദേശം ഇവിടെ എത്ര 5 വീട്ടുകാർ 6 വീട്ടുകാർ? ഇവിടെ 6-7-8 വീട് എടുത്ത് കാണിക്കും വീട്ടുകാരുള്ളൂ അല്ലേ? ഇത്ര ഒരു ഏരിയ അല്ലേ? അപ്പോൾ ഇവർക്കപ്പോൾ രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് വരികയല്ല, വണ്ടി വരുമ്പോൾ നടക്കുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ അപൂർവം ആൾക്കാർക്ക് വണ്ടി വന്നില്ല ഉള്ളൂ. ആണല്ലേ? വിളിച്ചാൽ വണ്ടികളൊന്നും വിളിച്ചാൽ വരില്ല. വണ്ടിയില്ല. അല്ല നമുക്കൊരു ബൈക്ക് പോലും ഓടിച്ചോണ്ട് വരാൻ പറ്റാത്ത സ്റ്റേജാണ്. ഇവിടെ ആളുകളുടെ നേരെയൊക്കെ ആക്രമണം ഉണ്ടായ സാഹചര്യം ആന ഇങ്ങനെ വന്ന് വിട്ട് കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാവും. അല്ലേ? ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് ഇവിടെ? ആക്രമിച്ചെന്ന് കഴിഞ്ഞ ദിവസം നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? രക്ഷപ്പെട്ട ആളുകളുണ്ടല്ലേ? ആ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വന്യജീവി സങ്കേതം അല്ലേ? ആ പകൽ സമയത്തുണ്ടാവും ആന? പകല് കുറവാണ്. മതിലിങ്ങനെ ഇതാക്കി മരം ഇങ്ങനെ കമ്പിയുടെ പൊക്കിട്ട് അതിനായിട്ട് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ കയറും. അല്ലേ? ഈ ലൈനൊക്കെ പൊട്ടിക്കും അല്ലേ? ആ പൊട്ടിക്കും. മരം ഇങ്ങനെ ചായച്ചിട്ടിട്ട് പൊട്ടിച്ച് കയറും അല്ലേ? ഇവിടെ ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഭാസ്കർ. എന്താ ചേട്ടാ ഇവിടുത്തെ സ്ഥിതി? ഇവിടുത്തെ സ്ഥിതി ആനശല്യം, ആന, മറ്റുള്ള മൃഗമാന്, പന്നി. ഇത് ഫുൾ ടൈം ഇങ്ങനെ ഇട്ടേക്കുമായിരിക്കും അല്ലേ? ഇത് കറണ്ട് പാസ് ചെയ്തേ. ഇപ്പോൾ പാർട്ടിയൊന്നും ഇല്ല. ഇപ്പോൾ 1 വർഷത്തോളം ആന ചവിട്ടി പിന്നെ ഫിനിഷിങ്ങനെ ഇതൊക്കെ ആന കയറിയതല്ലേ? കറണ്ടില്ലാണ്ട് കിടക്കാം? കറണ്ടില്ല. ഇത് പാർട്ടിയൊന്നുമില്ല. ഓ, അപ്പോൾ അതായത് അപ്പോൾ ഈ ഒരൊറ്റ കമ്പിയാണോ നിങ്ങൾക്ക്? അതില്ല, അത് ഫോറസ്റ്റിന് പാമ്പിൻ്റെ പാമ്പെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ തൽക്കാലം ഇട്ടതാ. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അത് അതിൻ്റെ മേലെ കൂടെ ആന ചവിട്ടി ചടിച്ചിട്ട് ആന കടന്നു. അവിടെ നിന്ന് ഈ മറ്റേ ആന ഓടിക്കുന്നതൊക്കെ ആന ഇപ്പോൾ ഓടിക്കുന്നതിന് ഒരാഴ്ചയല്ല, അത് വെറുതെ പുട്ടടിക്കാൻ വേണ്ടിയിട്ട് അവർ പണ്ടുണ്ടല്ലോ സർക്കാരിൻ്റെ. ഇപ്പം 3-4 ദിവസമായി ഇപ്പോൾ ആനയെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ നിന്ന് വരുമ്പോൾ വീണ്ടും ആന റിട്ടേൺ അങ്ങനെ തിരിച്ചു പോകും. ആന ഇങ്ങോട്ട് കടന്നു വരുമല്ല. ആന ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ആന ഇപ്പോൾ എത്ര ദിവസമായി? അത് അവരുടെ കഴിവ്, ഈ പാറാട്ടികളുടെ കഴിവുകൊണ്ടാണ്. അവരിപ്പോൾ ആനയെ പായിക്കും. ആനയെ കുറച്ച് നേരം ഓടിക്കുമ്പോൾ ആന മടുക്കുമല്ലോ. എന്നിട്ട് പറയാം അവിടെ നിൽക്കട്ടെ, ആന തളർച്ച മടുപ്പ് മാറിയിട്ട് പായിക്കണം. അതുവരെ ആനയാണ് നിൽക്കുമോ? ആന മറുവശത്ത് കൂടെ കടന്ന് വീണ്ടാൻ കിട്ടും. ആന അധികം പായിക്കില്ല അവർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം ഇവിടെ ഗോപാൽ സാർ എന്ന് പറഞ്ഞിട്ട് 2006-7 ഒരു ഗോപാൽ സാർ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് റേഞ്ചറായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഓടന്തോട് ഭാഗത്ത് ആന പായിച്ചാൽ ആന എവിടെ നിർത്തുകയല്ല. ആന പുള്ളി പറയും ആന എവിടെ നിന്നാൽ ആന തിരിഞ്ഞു പോകും, ആന നിർത്താണ്ട് പായിച്ച് കാട്ടിക്കാറുണ്ട്. അതുമാതിരിയാണ് അന്ന് പായിച്ചു. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പം ഇതുവരെ പൊട്ടിയില്ല. ഒരു 10-12 പഴക്കം പൊട്ടും. അത് പായിച്ച് പകുതിക്ക് എത്തുമ്പോൾ അവർക്ക് മടുക്കും, ആരാട്ടികൾക്ക് മടുക്കും. അന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ഭക്ഷണമായിട്ട് പോകും. അപ്പോൾ വൈകിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആന പായിച്ച് ഒരു സൈഡിൽ അവിടെ എത്തും. അത് ആ മറുവശത്ത് കൂടെ ആന പോയി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആന ഉണ്ടാകും അവിടെ. ആന വീണ്ടും ഓടന്തോട് ഭാഗത്ത് പലപ്പോഴും ഭാഗത്ത് ആന കിടന്നു. അതിപ്പോൾ ഒരാഴ്ചയായി ഇപ്പം പായിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ജനങ്ങൾക്ക് ഈ ആന പായിക്കുന്നുണ്ട്. റോഡിൽ കൂടെ നടക്കാൻ പോകുന്നുണ്ടോ? ഓർക്കപ്പുറത്തില്ലേ എത്ര നിർത്ത്. ഇവിടെ ഒരു ദിവസമൊക്കെ ആന വന്നിട്ട് ആന വീട്ടിലിരിക്കാം. അന്ന് അവർ വിളിച്ചു പറയണ്ടേ? ചേട്ടൻ വീട്ടിലിരിക്കുമ്പോഴാണ് ആന അവർ പായിക്കും പറയണ്ടേ, ഇന്ന ഭാഗത്തേക്ക് ആന പായിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം പറയണ്ടേ? അതൊന്നും പറയാല. അവരവിടുന്ന് പറയാണ്ട് ആന പായിച്ചു പോകുന്ന ഞാൻ വീട്ടിലിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് അപ്പുറത്തെ വീട്ടുകാർ 2 പെൺപിള്ളേർ സ്കൂളിൽ പോയിട്ട് നടന്നു പോവാ. ഇപ്പം ഇല്ല. ഇപ്പോൾ തന്നെ 2 പിള്ളേർ അവരിപ്പം നാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇത് വണ്ടി ആനശല്യം കാരണം വണ്ടി വരാത്തതുകൊണ്ട് ഒഴിവായി ഇപ്പം നാട്ടിലേക്ക് വിട്ടിരിക്കും. പിന്നെ അവർ പായിച്ചു വന്നു പിള്ളേർ ഇവിടെ കടന്നു. ഇപ്പോൾ 2 മണിയായി. പിള്ളേർ കടന്നു പോയി ഇവിടെ അങ്ങോട്ട് എത്തിയുള്ളൂ.
ഞാൻ വീട്ടിൽ നോക്കട്ടെ ആന ഇവിടെ വന്ന് നിൽക്കുന്നു. അത് ഫെൻസിങ് ഇല്ല. ആന വന്ന് ഇവിടെ നിൽക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂന്നാന, അല്ല മൊത്തം 4 ആന. അതിൽ ചെറിയ കുട്ടികളൊക്കെ 3, വലുത് കിടക്കുന്ന 4. ഞാൻ അവിടെ നിന്ന് മുറ്റത്ത് ചെയ്യണം. അപ്പോൾ ആന ഇതിൽ കയറാൻ ശ്രമിക്കുന്നത്. ഞാൻ അവിടെ മുറ്റത്ത് നിന്ന് 2 ചാട്ടം ചാടിയപ്പോൾ 2 ആന ഈ മതിൽ കൂടി ചാടി അങ്ങ് കാട്ടി കയറി. വലിയ ആന അവിടെ നിൽക്കുക. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടി ഓട്ടി ഇതിലെ വന്നു, ഇവിടെ വരെ വന്നു. തിരിച്ചോടി കുറച്ച് കഴിയുമ്പോൾ ആറാട്ടികൾ ഞാൻ വിളിച്ച് പറഞ്ഞു, ഫോണുണ്ടായിട്ട് വിളിച്ച് അപ്പുറേ പോയി. അവർ ആറാട്ടി വിളിച്ചു. ഇവിടെ റേഞ്ച് ഉണ്ടോ? റേഞ്ച് ഉണ്ട്. ആറാട്ടി വിളിച്ചപ്പോൾ അവർ പാഞ്ഞിവിടെ വന്നു. പാഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആന ഇവിടെ വന്ന് വട്ടം കറങ്ങുക. കുട്ടിക്ക് അങ്ങോട്ട് കടക്കത്തില്ലല്ലോ. അവർ വണ്ടി വെച്ച് നോക്കുമ്പോൾ തള്ളയാനും മുറ്റത്തോട്ട് ഇറങ്ങി അങ്ങോട്ട് കാട്ടിലിറങ്ങി പെട്ടെന്ന് അങ്ങോട്ടും വട്ടം കയറി. തള്ള കുഞ്ഞ് ഓട്ടി ഇതിലെ കയറി എൻ്റെ വീണ്ടും പുറകെ കൂടെ കയറി. മേലെ കയറി വലിയ ആന അവിടെ കിടന്ന് വട്ടം കറങ്ങി വന്ന്. അതിൻ്റെ കൂട്ടത്തിൽ കൊമ്പനാന ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും പണിയാക്കി. പിന്നെ ആന ഇതിൽ ചാടിക്കയറി അങ്ങ് വന്നില്ല. പിന്നെ കൊമ്പനാന വിടുവോ? കുഞ്ഞെന്നെ തള്ളയാന കൊണ്ട് അവിടെ മുതൽ ചാടിക്കയറാൻ ശ്രമിച്ചു. 3-4 വണ്ടി ഇവിടെ നേരത്തെ ഇട്ടു. കാരണം അങ്ങനെ ആയിട്ട് അന്ന് കുറച്ച് രക്ഷപ്പെട്ടു. പിന്നെ അവരെ ഓടിച്ച് അപ്പുറം പിടിച്ച് കുട്ടിയാനെ പിടിച്ച് അതിനെ കൊണ്ടുപോയി കാട്ടിലിറക്കി വിട്ടു. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന് ആന ഇതിൽ വന്നിട്ട് മുറ്റത്ത് കൂടെ കയറി ഇവിടെ വന്ന് ഈ കമ്പി ചവിട്ടി ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഒന്ന് ചവിട്ടി ചായച്ച്. അത് കഴിഞ്ഞ പിന്നെ ഇത് പൊട്ടി ഞാൻ കെട്ടി വെച്ചിരിക്കുക. അതിന് മുമ്പ് ചവിട്ടി ചായച്ചിട്ട് ആന ഒന്ന് കയറി. ഇതിങ്ങനെ ചായച്ചു കളയൂല്ലേ? ഇത് ചവിട്ടി ചായച്ച ആന കറണ്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കയറി ചവിട്ടും. ചവിട്ടി മറിക്കും. ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്, കറണ്ട് ഇട്ട കാര്യമുണ്ട്. പക്ഷേ അടുത്ത് മരമൊന്നും ഉണ്ടാകാൻ പറഞ്ഞു. ഇത് നബാർഡ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ. എത്ര വർഷമായി ഇത്? ഇപ്പൊ 2 വർഷം 3-ാമത്തെ വർഷമായി. പക്ഷെ ആദ്യം 1 വർഷത്തോളം 6 മാസം അങ്ങനെ കറണ്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വാറ്റിപ്പെട്ട് വെള്ളം ഒഴിക്കാതെ എല്ലാം കൂടെ അത് നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? ഓണാക്കുന്ന അപ്പുറം ഒരാളുടെ വീട്ടിലിരിക്കുക. അത് നോട്ടൊന്നുമില്ല, ഇങ്ങനെ കിടക്കുക. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളേ? ഞാനും എൻ്റെ ഭാര്യ. അല്ലേ? രാത്രി എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അന്ന് ആരാട്ട് വിളിക്കുന്നു. നമ്മള് ആദ്യം മുതലേ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നേ. അല്ലേ? എത്ര വർഷം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ? നമ്മളിവിടെ ഇപ്പൊ 2007. ഇത്രയും വർഷമായി. സാഹസികമായ ജീവിതം തന്നെയാണ്. അയ്യോ, പറയാനുണ്ടോ? ഒരു ദിവസം ഉറക്കമുണ്ടോ? എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോൾ ചാടി എഴുന്നേക്കും, ടോർച്ച് അടിച്ച് നോക്കും. ഇങ്ങനെയൊക്കെ ഓരോ ഒച്ച കേൾക്കുമ്പോൾ ചാടി തന്നെ. അല്ലെങ്കിൽ ആന വന്ന് മുറ്റത്ത് കയറുമല്ലോ. പിന്നെ വിളിച്ച് നമ്മൾ പരമാവധി പടക്കൊക്കെ മേടിച്ച് നോക്കും, പന്തും മണ്ണെണ്ണം മേടിച്ച് പന്തം കെട്ടി വെക്കും, കത്തിച്ചെറിയോ, അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിരിക്കും. അയ്യോ, എത്ര ദിവസം ഞാൻ ഉറങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു പരമാവധി ഒരു ദിവസം ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ്. അതുകൂടി ഞാൻ ഉറങ്ങാനില്ല. ഇന്നലെ എഴുന്നേക്കും. ചിലപ്പോൾ കയറി കിടക്കുന്ന അവസ്ഥയ്ക്ക് ഒച്ച കേൾക്കാം മറുപടി. ഞാൻ ഓർത്തിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ്. പകൽ സമയത്തുണ്ടാവും ഇങ്ങനെ പോകുമ്പോൾ? പകൽ സമയത്തും ഉണ്ടാവും. ഏത് സമയത്ത്? കഴിഞ്ഞ ദിവസം 2 മണിയായപ്പോഴാണ് നടന്ന് 2 ആന നടന്ന് ഈ റോഡെ കൂടി ഇങ്ങനെ വന്ന് ഇവിടെ വന്നു. ഞങ്ങൾ വിളിച്ച് ആറാട്ടി വിളിച്ചപ്പോൾ അതിൽ എടുക്കട്ടി കാട്ടിൽ കയറി. പിന്നെ ഒരെണ്ണം അതിൽ കയറിയിട്ട് നേരം മേലോട്ട് നോക്കി. എല്ലാ ദിവസവും പകലൊന്നുമില്ല. ആനയിപ്പോൾ അവിടെ പായിച്ചുകൊണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ ആന അവരങ്ങോട്ട് പോകുമല്ലോ. ആന മേലെക്കൂടി ഇങ്ങനെ കോട്ടപ്പറയുന്ന സ്ഥലത്ത് കൂടി മേലെ കൊടുക്കരു. പറമ്പിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ? കൃഷി തന്നെ മൊത്തം നശിപ്പിച്ചു. ആനകളുടെ കാവുങ്ങ്, ഈ കൊടി, ആന കൊടി കളയാല, മാനും കശുമാവ് മൊത്തം നശിപ്പിച്ചു. ആന വന്നാൽ കാവുങ്ങ് ഇതൊക്കെ തെങ്ങൊക്കെ പിടിച്ച് പറിച്ചു. കൊടിയൊന്നും നശിപ്പിക്കുക. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വളരെ ഭീകരമായ അവസ്ഥ തന്നെ കേട്ടോ. ഇങ്ങനെ കറണ്ട് കമ്പി ഇട്ട് വെച്ചേക്കുന്നുണ്ട്. അതിൽ കറണ്ട് പോലും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് കറണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. പകൽ സമയത്തും ആന വരുന്നൊരു പ്രദേശം തന്നെയാണിത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലം. ആനകളൊക്കെ ഇതിലെ ഈ കാണുന്ന മതിലും ചാടി ഇറങ്ങി ഒക്കെയാണ് പോകുന്നത്. മതിലിന് ഇത്ര ഹൈറ്റേ ഉള്ളൂ, താഴേക്ക് ഇറക്കമാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാടിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് ശരിക്കും അങ്ങോട്ടുണ്ട്. ഉണ്ടോ? പോവാം. അവിടെ ആളുണ്ടാവും അല്ലേ? ഇതൊക്കെ ആന ചവിട്ടി കളഞ്ഞേക്കത്തല്ലേ? ഇതൊക്കെ ഇന്നലത്തെ മിനിങ്ങാന്തൊക്കെയല്ലേ? അവിടെയൊക്കെ ചവിട്ടി ഇറങ്ങി പോയ വഴിയൊക്കെ കേട്ടോ. ഈ പുല്ലിൻ്റെ അപ്പുറത്ത് ആന എന്നാ നമ്മൾ അറിയില്ല. ആളുകൾ പേടിച്ചിട്ട് നിൽക്കുന്നില്ലേ?
ഇതൊക്കെ സ്ഥിരം പോകുന്ന വഴിയാന്ന് തോന്നുന്നു അല്ലേ? ചാല് പോലെ അല്ലേ? ഇതൊന്നും കൃഷി ചെയ്യാനൊന്നും കിട്ടില്ല. കൃഷി ചെയ്താലും കിട്ടൂല്ലേ? ഇതിലൊന്നും കറണ്ട് ഇല്ലെന്നാ പുള്ളി പറയുന്നത്. പക്ഷെ എന്താ പറഞ്ഞത്, ഇതെന്തിനു ശരിക്കും ഇട്ട് വെച്ചേക്കുന്നല്ലേ? അല്ലേ? ഇവിടെ കമ്പി തൂങ്ങി കിടക്കാൻ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ക്രോസ് കിടക്കുക കേട്ടോ കമ്പി റോട്ടിൽ കൂടെ. അങ്ങനെ കിടക്കാതിരിക്കാണ്ട് അങ്ങനെ ഷോക്ക് അടിച്ചിട്ടായിരിക്കില്ല, ഈ കമ്പീനെ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് കിടക്കാതിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, ഒരു വീടാണ്. അമ്മച്ചിയുടെ പേരെങ്ങനെയാ? ദേവി. ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ആ ഒറ്റയ്ക്കാ. ചേച്ചി ഒറ്റയ്ക്ക്? ആ മകനെ അങ്ങ് നാട്ടിലേക്ക് പോയി. കുട്ടീനെ ഇവിടെ സ്കൂളിൽ ചേർക്കാണ്ട് അങ്ങോട്ട് ചേർത്ത്. അങ്ങോട്ട് പോയി. ഇന്നലെ വന്നായിരുന്നു, അത് വന്നിട്ട് പോയി. ഈ വീട്ടിൽ ചേച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? ഓഹോ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ രാത്രി ആനയൊക്കെ വരികയല്ലേ? രാത്രി ഞാൻ ഒറ്റയ്ക്ക് കൂടിയപ്പോൾ അവരെ 5-6 മാസമായി പോയിട്ട്. പിള്ളേരെ സ്കൂളിൽ ഒരു കുട്ടിയാണ് സ്കൂളിൽ വിടാനുള്ള സൗകര്യത്തിന് ചേർത്താലേ? ആ അതുകൊണ്ട് അങ്ങോട്ട് പോയി അല്ലേ? അപ്പം പിന്നെ സർക്കാർ സൈറ്റ് ഹൗസ് കണ്ടിട്ടാണ്. അതുകൊണ്ട് അവന് അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനും പറ്റൂല. ചേച്ചി ഇവിടെ രാത്രി ഒറ്റയ്ക്ക് താമസിക്കും. ചേച്ചിക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 68 വയസ്സ്. 68. അയ്യോ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പം ആരെ വിളിക്കും? ഇവിടെ അയലൊക്കെ അറിയാലും പിന്നെ ഇവിടെ അയലൊക്കാരെ വിളിക്കും. അങ്ങനെയാ ചെയ്യുന്നു. മറ്റൊന്നാ ചെയ്യുന്നു. ഇതിലൊന്നും രാത്രി നടന്നു പോകാൻ പറ്റൂല്ലോ? നടന്നു പോകാൻ പറ്റില്ല. ഇപ്പൊ രാത്രി ആ വാല് കൂട്ടിയാ പിന്നെ തുറക്കൂല. അങ്ങനെയാണോ ഇവിടെ? ആന ഇതിലൊക്കെ വരൂലേ? പിന്നെ ആന എവിടെയാലും വന്നിട്ട് ചക്കയാകത്തെ പ്ലാവാലും വന്നിട്ട് കുലുക്കി ചക്ക പറിച്ചിടും. അല്ലേ അതില് കഴിഞ്ഞാലും ചക്ക വീണാൽ എല്ലാം കുലുക്കി പറിച്ചിട്ട് നിറച്ചും ചക്കയുടെ എല്ലാം കുലുക്കി പറിച്ചിടും. ഈ കറണ്ട് കമ്പിക്കകത്ത് കറണ്ടില്ല? ഇല്ല, അത് കറണ്ടില്ല. ഇതെന്തോ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെന്താ ആക്കി വെച്ചാൽ ഇപ്പൊ കറണ്ടും ഇല്ല. അപ്പുറത്തുണ്ട് 2 വീട്ടുകാർക്ക്, ഇവിടെ ഇല്ല. ഇവരെന്തെന്ന് ആക്കി വെച്ച് നവാടിന്റെ ആൾക്കാർ ഉണ്ടാക്കി തന്ന, പക്ഷെ നമുക്ക് അതിനെ കൊണ്ട് ഉപകാരമില്ല. അവരെന്താ ചെയ്യുന്നത്? അതായത് ഒരു വനത്തിൽ നിൽക്കുന്നവരെ നിൽക്കുന്നല്ലേ? അല്ല, ഇത് കറണ്ട് ഓരോരുത്തരും ഓരോ മത്സരം. അങ്ങ് ഉണ്ടാക്കിയ ആൾ അറിഞ്ഞ് വാസേട്ടൻ്റെ വീട്ടിൽ വെക്കാം. എന്നിട്ട് അവന് ഇവിടുന്ന് ജനു പറഞ്ഞ എൻ്റെ വീട്ടിൽ ഇവിടെ വെച്ചാൽ ബാലറ്റിപ്പൊട്ടിയും പോയി, കറണ്ടും ഇല്ല, ഷോക്കും ഇല്ല. അങ്ങനെയായിട്ടുള്ള വെറുതെ കിടക്കുവല്ലേ? വെറുതെ കിടക്കുക. എന്തെന്ന് ചെയ്യുന്നു, അവിടെ ആക്കി തന്നതാ. അങ്ങനെയായിപ്പോൾ ഇത് കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ കറണ്ടില്ല. ശരിയാക്കി തരാൻ ആരോടും പറഞ്ഞായിരുന്നോ? ശരിയാക്കി തരാൻ പറയണമെങ്കിൽ ഇവരെങ്ങനെ ഓരോരുത്തരും ചെയ്ത കൂട്ടക്കാരല്ല അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡാണ്ടും കൂടി. ഇവിടുത്തെ ജനുവിൻ്റെ സെക്രട്ടറി പ്രസിഡാണ്ട് അങ്ങ് മേലത്തെ ജനുവട്ടെ അവരാന്ന് ആക്കിയത്. എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ല അതിൻ്റെ. എന്തെന്നാ ആക്കി നമുക്കറിയാൻ പറ്റില്ല. എല്ലാം ഇവിടെ പോസ്റ്റെല്ലാം പൊട്ടിച്ചിട്ടേക്കുക ആനയെ വന്നിട്ട്. പിന്നെ അവർ നന്നാക്കൊന്നുമില്ല. അവർ ഇത് കറണ്ട് ഉള്ളപ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കി വിടായിരുന്നില്ല. ഇത് കാട് കയറാൻ നമ്മൾ നോക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പം അതില്ല. ഇത് എന്തെന്നാ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. നാക്കി വെച്ച് ജീവനൊരു സുരക്ഷയില്ലല്ലേ? ജീവന് സുരക്ഷയൊന്നുമില്ലല്ലേ? ദിവസം സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വേണ്ട? പിന്നെ വിവരങ്ങൾ ഉണ്ടാക്കി തരുന്നവരിങ്ങനെ ആക്കി വെച്ചു. പിന്നെ നമ്മളൊന്ന് ഇവിടെ നിൽക്കാന്നല്ലാണ്ട് നമുക്ക് വേറെ ഭൂമിയൊന്നുമില്ല. പകലൊക്കെ വരുവാനാ? പകലെല്ലാം ഇപ്പം വരത്തില്ല. ഈ കറണ്ട് വെയിൽ കൊടുത്തതിന് ശേഷം ഇങ്ങനെ മേലെ കൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ അതുകളും പൊട്ടി മരമൊക്കെ മുറിച്ചിട്ട് വരും. പകലെല്ലാം ഇതിലെല്ലാം ആന വരും. ഇവിടെ ഇതിലെ കൂടിയാലും ഇങ്ങനെ അങ്ങനെ ഇറങ്ങിയ റോഡിൽ കൂടിയാലും വരും. അതുപോലെ റോഡിൽ കൂടി നടക്കാനാ നമുക്ക് പേടിയാ. അതിനെ പേടിയല്ലേ? പകലും പേടി തന്നെയല്ലേ. ഇതിലെ കൂടെ വരുന്ന നമ്മൾ അറിയാം. ഒന്നാമത്തേലും ഇങ്ങനെ കാട് പിടിച്ചിട്ട് കാട് തെളിച്ചാൽ കഴിഞ്ഞാലോ എല്ലാവരും തെളിച്ചതാ സർക്കാരിൻ്റെ ആൾക്കാർ വന്നിട്ട്. ഇപ്പൊ പിന്നെയും കാട് കയറി. ഇതിൻ്റെ ഉള്ളിലും കയറിയെന്ന് നമ്മളെന്ത് കാണാനാ? അങ്ങനത്തെ ജീവിതത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. വേറെ ഭൂമിയൊന്നും ഇല്ല. പിന്നെ എന്തെന്നാ ചെയ്യുന്നത്? എങ്ങോട്ടാ പോകണ്ടല്ലേ? പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുമല്ലേ. പിന്നെ എന്തോ വേണ്ട. ഫസ്റ്റിലാണല്ലോ എന്നെ അവിടുന്ന് ആന ഇതാക്കിയ. എന്നെ ആന പിടിച്ചതല്ലേ ഇവിടുന്ന്. അത് 2008 പിന്നെ എന്നെ പിടിച്ചതിന്റെ ശേഷം എത്ര ആളെ ആന കൊന്നു? 10-18 ആളെ കൊന്നു. അമ്മച്ചിനെ എന്നാ ആന പിടിച്ചത്? 2008. ഇവിടെ എത്ര വർഷമായി താമസം തുടങ്ങിയിട്ട്?
2007 നമുക്ക് സ്ഥലം കിട്ടി. 2008 നമ്മള് ഇവിടെ ഇങ്ങനെ അന്നേരം നമുക്ക് അങ്ങോട്ട് വീടൊന്നും ആയിട്ടില്ല. വീടൊന്നും ആടെ നമുക്ക് അങ്ങ് അപ്പുറത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ ഷെഡുണ്ടായിരുന്നു. ആ ഷെഡിനകത്ത് നമ്മൾ എന്നും കിടന്നുറങ്ങാൻ പോകുന്നു. ഇവിടെ പറമ്പിലെല്ലാം പണി ചെയ്തിട്ട് പറമ്പിൽ ചെറിയ ഷെഡുണ്ട്, കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രാത്രിയാകുമ്പോൾ കൂടുതൽ കിടക്കാൻ പോയി. അവന്റെ വീട്ടിൽ ഒറ്റൊരു ഷെഡ് അന്നേരം ഉള്ളൂ. 2008 വീടൊന്നും ആയില്ല. വീടായപ്പോ പിന്നെ 2008 നമ്മൾ വീടിന് അപേക്ഷ വെച്ചിട്ട് വീട് പണി തീർന്നപ്പോ 2015 പണി വെച്ചിട്ട് അതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അല്ലായിട്ട്. എന്നിട്ട് അങ്ങനെ നമ്മൾ കോൺട്രാക്ട് കൂടെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ എടുത്ത് ഉണ്ടാക്കി. ശരിക്കും ഇങ്ങോട്ട് വന്നേ? പേരാവൂര് ഇവിടെ അരിയപ്പറമ്പ് കോളയാട് പഞ്ചായത്ത്, അത് അവിടെയായിരുന്നു നമ്മള്. കോളയാട് പഞ്ചായത്തിൽ വട്ടക്കര കോളനിന്ന് നമുക്ക് അവിടെ പേര്. അവിടുന്ന് നമ്മളിവിടെ പേരാറിന് കുറച്ച് പോയായിരുന്നു, വെള്ളറള്ളിന്ന് പോയാൽ മതി. ആന എന്താ വെച്ചാ, എന്നിട്ട് ഞാനാ പിന്നെ ജൂൺ മാസമായിരുന്നു. ഞാൻ എന്നോട് അപ്പുറത്തെ ബാലകൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ, ചേച്ചി ഇപ്പൊ പോണ്ട. അന്നെന്ന് വെച്ചിട്ട് ഞാൻ എന്നും 7:30 അങ്ങോട്ട് എൻ്റെ ഇവിടെ ഒരു ഷെഡുണ്ട്, ഇവിടെ വന്നിട്ട് ഞാൻ ചായയൊക്കെ വെച്ച് ഷെഡിന്ന കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കും. അപ്പോൾ ഞാനെന്ത് വേണ്ടത് രാവിലെ ഉറക്കും തെളിഞ്ഞ് എന്നോട് അവനൊന്നും പറഞ്ഞിട്ട് കേൾക്കാണ് ഞാനിങ്ങ് പോരുക. പോരുമ്പോ അവൻ പറഞ്ഞ് ചേച്ചി ഇപ്പൊ പോണ്ട, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എന്തോ ഞാൻ വക വെക്കുന്നില്ല. ഞാൻ അപ്പോഴും കൊടയും ചൂടി, എന്നാൽ ഇങ്ങനെ റോഡില്ല, ഇതുപോലെ വഴിമിക്കൂടി ഇങ്ങനെ വരുകയാണ്. എന്നിട്ട് ഇവിടെ തന്നെയായിരുന്നു ഷെഡ്. ഇതിലിങ്ങനെ വരുമ്പോ ഞാൻ നോക്കുമ്പോ അങ്ങ് താഴെ അങ്ങ് കശുമാവിപ്പോ പോയി. കശുമാവിന്റെ ചോട്ടില് ഒരു കറുത്ത സാധനം ഞാൻ കാണുന്നുണ്ട്. കണ്ടിട്ട് എന്താ ചെയ്യുന്നത്, അന്നേരം ആനയെ എന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നില്ല, കൊടയും ചൂടിയല്ലേ ഞാൻ വരുന്നത്. അപ്പൊ ആനയെ എന്ത് പണിയെടുക്കുക, എന്നെ കാണുമ്പോൾ ഞാൻ നോക്കും ചെറിയ പശുവിന്റെ അത്ര. ഇതെന്നെ കണ്ട് ചുരുണ്ട് നിന്ന് വെക്കുവല്ലേ, വലിയ തടി ചുരുട്ടി നിന്ന് വെക്കുക. എന്നിട്ട് ചുറ്റി നോക്കി ആനയാ തോന്നുമ്പോ ഞാൻ എന്നിട്ട് ഒറ്റ പ്രാവശ്യം ഞാൻ കൂക്കി വിളിച്ചു. എങ്ങനെ വെച്ചാൽ ഇത് ആനയോന്ന് പറഞ്ഞു ഒറ്റ എടുത്തു. അത് മാത്രമേ എനിക്ക് ഓർമ്മ, പിന്നെ എനിക്ക് ഓർമ്മയില്ല. ബോധം കെട്ടുപോയി. ആന പുറകെ വന്നാൽ ഞാൻ ബോധം കെട്ടി ഞാൻ വീണോയില്ലേ, എന്താ ചെയ്യുന്നത്. പിന്നെ എന്നെ ബോധം കെട്ടാൻ ആന അവിടുന്ന് ഓടി വന്നിട്ട് എന്നെ അവിടെ നിന്ന് ഉരുട്ടി. ഇതെല്ലാം ആന ചവിട്ടി ചതച്ചതാ. ഇതൊക്കെ ഇതെല്ലാം കാലെല്ലാം ചതച്ച് ഇവിടെ കണ്ട ഇവിടത്തെ എല്ലാം ഒടിഞ്ഞതാ. ഇവിടത്തെ എല്ലാം ഒടിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ചവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇവിടുത്തെ അടുപ്പുണ്ടാ, ആനെ കുത്തിയിട്ട് ഇവിടെ കൊമ്പോട് കുത്തിയാൻ പോകും. ഇതല്ലേ ഇത് ഇവിടെ ഇത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങ് കയറിയിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞ് കുറച്ചുകൂടി ചെത്തിപ്പോയിട്ടുണ്ട്, തുണക്കോയിൽ കുത്തിയ ആളുണ്ടായില്ലേ. അപ്പോഴെ പിന്നെ അന്നേരം നമ്മളെ ഗോപാലെന്ന് പറഞ്ഞ ഒരു റേഞ്ചർ ഓഫീസറായിരുന്നുള്ളൂ ആ വർഷമൊക്കെ. അയാളെല്ലാം വന്നിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല, കണ്ണ് എനിക്ക് തുറന്നില്ല. പക്ഷെ ആ ചെവി കൊണ്ട് ആൾക്കാർ പറയുന്ന പിന്നെ ആന എന്താ ചെയ്ത് വാസേട്ടൻ കേൾക്കുമ്പോ വാസേട്ടൻ പറഞ്ഞു പോലും കേൾക്കുമ്പോ ആന എന്നെ എല്ലാ പണിയും ചെയ്തിട്ട് ആന ഒച്ചത്തല കാറിക്കൊണ്ട് നീ കുന്നും കയറി പോയാ പോലും. കുന്നു കയറി അതെല്ലാം അവർ പറയുന്നത് കേട്ടാണ്. പക്ഷെ ഞാനെന്ത് പണിയെടുത്ത് അവിടെ ഒരു കശുമാവ് ഉണ്ടായിരുന്നു, കശുമാവിന്റെ കവച്ച ഉണ്ടായിരുന്നു. ഞാൻ പണിയെടുത്ത് എനിക്ക് കുറച്ചേരം ബോധം വന്നേരം കണ്ണ് തുറന്നില്ല. എനിക്ക് കണ്ണ് എന്തു ചെയ്ത് കണ്ണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 10-15 ദിവസം കഴിഞ്ഞേരെ ഐസിയുന്നെല്ലാം പുറത്ത് വന്നേരം എനിക്ക് കണ്ണ് തുറന്നു. കണ്ണ് ഒറ്റപ്പൊടി തുറന്നില്ല, ചെവിയോട് ഞാൻ കേൾക്കു പറയുന്നില്ല. എന്നിട്ട് കയറി നിന്നിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി ആനയെടുത്ത് കൊമ്പത്ത് എറിഞ്ഞാണ്. ഞാൻ ഇത്രയും കാഴ്ചത്തിലവിടെ കയറിയിരുന്നു. അന്നേരം ചന്ദ്രനും ഞാൻ പറഞ്ഞ ബാലകൃഷ്ണനും കൂടി എന്നെ തരുതിക്കൊണ്ട് വരുമ്പോൾ ഞാൻ എന്നിട്ട് അവർ താഴെ ഇറക്കി. അങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2008 സംഭവം. നമ്മൾ 2015 ഇവിടുത്തെ സ്ഥിരമായിട്ട് കൂടാൻ തുടങ്ങി. ഫസ്റ്റിലെ എന്നെ പിന്നെ 9 ബ്ലോക്ക് ഫസ്റ്റിൽ ഒരു പിന്നെ നമ്മളെ ആൾക്കാർ തന്നെ പന്നിയാ പിടിച്ച് ഇതാക്കിയ. പന്നി കൊന്നിട്ട് പിന്നെ രണ്ടാമത്തെ തന്നെ ആനയാണ്. പിന്നെ ഇപ്പൊ പന്നി കുറവ്, എന്നാലും പന്നിൻ്റെ ശല്യം മിറ്റത്തല്ല എന്ത് പന്നിയാന്ന്. നമുക്ക് ഒരു കൃഷി ഉണ്ടാക്കാം. ഇത് മൊത്തം നമ്മൾ കഴുങ്ങ് വെച്ചല്ല, കഴുങ്ങ് വെച്ചിട്ട് നോക്കൂ പന്നി വരുമ്പോ വരും ചീനമുള്ളു. ഞമ്മ അന്നേരം ഈ സ്ഥലം കിട്ടിയാലും ചെത്തി തെളിച്ചിട്ട് ഇത് മൊത്തം
മൊത്തം നമ്മൾ മരം നട്ടുപിടിപ്പിച്ച് കൊടി പിടിപ്പിച്ച് നിങ്ങൾ തന്നെ നട്ട മരങ്ങളോ ഇതെല്ലാം? ആ ഞങ്ങളെ നട്ടുപിടിപ്പിച്ച് കൊടി പിടിപ്പിച്ചേക്കുന്ന വട്ടമരം പറിച്ചുകൊണ്ട് അങ്ങനെ നട്ടു പിടിപ്പിച്ചാന്ന് ഇതിവിടെ ഇത്രയും കൃഷികളാക്കി വെച്ചത്. വേറെ ഒരു ഇവിടെ വലിയ കൊലയെടുത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു. അത് ആന കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കൂടി കയറി ഒറ്റത്തള്ളി അല്ലിട്ട് തെങ്ങാങ്ങ് മറിഞ്ഞു പോയി. തിന്നാൻ വിട്ടിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം ഞാനെല്ലാം കൊത്തി നുറുക്കി തിന്നിട്ടില്ല. പിന്നെ അത് നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. അത്ര ഇപ്പൊ തെങ്ങൊന്നുമില്ല. തെങ്ങില്ല. അല്ല തെങ്ങ് നമ്മൾ വെച്ചതാ. പക്ഷെ ഇത് പറഞ്ഞ പോലെ വെച്ച് 2 ദിവസം വിളി പന്നി പോകാന്നെല്ലാം മാതി തേങ്ങ കൊണ്ടുപോകും. അത്ര നരകിച്ചിട്ട് ആ ഭൂമി ഇല്ലാത്തോണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് വിടുന്നത്. നമുക്ക് കിടക്കാനൊരു ഭൂമി ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ അതുകൊണ്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നാട്ടിലേക്ക് തന്നെ പോകും. അങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടെ. ഫസ്റ്റിലാണ് ആന ഇതാക്കി. പിന്നെ എത്ര പേര് ഇവിടുന്ന് കൊന്നു. ഈ കഴിഞ്ഞ വേനയ്ക്കാണ് ഇവിടെ 11-ാം ബ്ലോക്ക് 2 ഭർത്താവ് എടുക്കാൻ പോയിട്ട് അന്നേരം അവിടെ നിന്ന് കൊന്നില്ലേ. ദൈവത്തിൻ്റെ അനുഭവം ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് ഇപ്പം എത്ര വർഷമായി? 2008 ഇപ്പം 2025 ഇപ്പം വരെ ജീവിച്ചിരിക്കുന്നു. എന്താ പറയുന്നു. പിന്നെ നമുക്ക് വിഷമം വെച്ചാൽ കുടിവെള്ളമാണ്. കുടിവെള്ളം ഇപ്പം വേനലാകുമ്പോൾ കുടിവെള്ളം എല്ലാം പറ്റും. കുടിവെള്ളമില്ല. ഇപ്പൊ ഈ പൈപ്പിൽ വരുന്ന ഇപ്പൊ പൈപ്പില് നമ്മള് ജലനിധിക്കാറ് പിന്നെ ഈ അന്ന് കുളം പോലെ കുത്തിയിട്ടുണ്ട്. അവിടെ പൈപ്പ് ഇട്ട് ഈ വെള്ളം ഇപ്പം കുറച്ചായും പറ്റും. എല്ലാരും കൂടി അതിനകത്താണ് ഇട്ടേക്കുന്നത്. കുടിവെള്ളമാണ് നമുക്ക് ഇവിടെ പ്രശ്നം. ഒരു നല്ലതായിട്ട് കുടിക്കാനുള്ള വെള്ളമില്ല. എല്ലാരും ഇങ്ങനെ അവിടെ മാത്രം ഒരു വീട്ടിൽ കിണറുണ്ട്. പക്ഷെ അത് വേനയ്ക്ക് അതും പറ്റും. പക്ഷേ നമ്മള് വെള്ളത്തിന് നമ്മള് കാട്ടിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങ് തോട്ടില്. അത് പറഞ്ഞ പോലെ ആനക്കാട്ട് കൂടി പോണ്ടേ. ഇപ്പൊ വേറെ ഞാൻ പൈപ്പ് മേടിച്ചിട്ടാണ് ഈ ഉണ്ടാക്കി തന്ന ഒരു കുളത്തിലിട്ടേക്ക് ആ വെള്ളം. ഇതന്നെ ഏപ്രിൽ മാർച്ച് ആകുമ്പോൾ അങ്ങോട്ട് വെള്ളം പറ്റും. കുടിവെള്ളം വെള്ളത്തിന് അന്നേരം നമ്മൾ അങ്ങോട്ടൊക്കെ പിന്നെ ആ തോട്ടിൽ ചെറിയ കുഴി. എനിക്ക് മതിലെല്ലാം കെട്ടിക്കാൻ ഞങ്ങൾക്ക് എടുക്കാൻ പാത്രം എടുത്തിട്ട് ചുമന്നുകൊണ്ടാന്നിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെയാ കാട്ടിന്ന് കാട്ടിൽ പോയിട്ടാ ചുമന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു. അത്രയും വിഷമിച്ച് നമുക്ക് കുടിവെള്ളം നിലനിർത്തിയും കുഴപ്പമില്ല. അതൊന്നുമില്ല ഇവിടെ. അങ്ങനെയാ നമ്മൾ കറണ്ട് ഉണ്ടല്ലോ അല്ലേ? കറണ്ട് ഉണ്ട്. കറണ്ടിന് കുഴപ്പം. കറണ്ട് നമ്മളിവിടെ വന്നേരെ കറണ്ട് ആക്കി. ഇനിയിപ്പോൾ നമുക്ക് വീടും കിട്ടൂല. മോനെങ്ങനെ സർക്കാരിൻ്റെ ഇതുള്ളൂ. എൻ്റെ ആദ്യം കെട്ടിയ വീടല്ലേ, 2008 പാസ്സായ വീട്. ഇപ്പം ഒറ്റയ്ക്കായി. ഇപ്പം അവനങ്ങനെ ആഴ്ചക്ക് വരും. ഇന്നലെ വന്നിട്ട് പോയതാ. ഇന്നലെ ഞാൻ കുറച്ച് വെറും ഉണ്ടായിട്ട് ചുമക്കാൻ വേണ്ടി വിളിക്കാൻ. കുട്ടി 3 പേരും വന്നിട്ട് അവർ പോയി. ഇവിടെ സ്കൂളിൽ ചേർക്കാൻ ബുദ്ധിമുട്ടല്ലേ. നടന്നു പോകണ്ടെന്നല്ല, വണ്ടിയുണ്ട്. എന്നാൽ ആനക്കാട്ട് കൂടി വിശ്വസിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടിയല്ല, ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് അവൻ സൗകര്യമല്ല. അതുകൊണ്ടല്ല അവൻ എന്ന് രാവിലെ 6-6 ജോലിക്ക് പോകണം. ഈ ചെല്ലുമ്പോ പിന്നെ ചിലപ്പോ ആനയുണ്ട് വൈക്കല്ല. അവിടെ ഞാൻ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. ദേവേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ഇതാണ് കേട്ടോ, വളരെ ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു അമ്മയാണിത്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് അവർ കടന്നു പോയത്. ആന ആക്രമിച്ചിട്ട് രക്ഷപ്പെട്ട് വന്ന ഒരാളുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ അടുത്ത് ഇവിടെ ഒരു വീടും കൂടെ ഉണ്ട്. ഇത് ആളില്ലല്ലേ? അല്ലേ? ഇങ്ങനെയാണ് അപ്പുറം ഇപ്പുറം ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ വന്ന വഴിക്കൊക്കെ കാട് തെളിച്ചിട്ടുകൊണ്ട് നമുക്ക് അപ്പുറം നിൽക്കുന്നതൊക്കെ കാണാം. ഇവിടെ ഒന്നും കാണത്തില്ല. ആനയൊക്കെ അല്ലേ? ഒഴിവായി പോയതാ? അപ്പുറമൊക്കെ ഇറങ്ങൂലേ? വെള്ളം കുടിക്കാൻ ഇറങ്ങൂലേ? ഇതൊക്കെ ആളുകൾ ഒഴിവായി പോയതാ? ഒഴിവായി പോയിട്ടല്ലേ? പിന്നെ വീട് വെറുതെ വെച്ച് ഈ ഒരു കാടൊക്കെ നിങ്ങൾ നോക്കി. ഇതൊക്കെ ആന പാസ് ചെയ്യുന്ന ഇതുണ്ടോ? ഇതൊക്കെ ആന നിരന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണല്ലോ, ചവിട്ടി മെതിച്ചിട്ടേക്കുന്നത്. അതൊക്കെ ഒരു വീടാണ്. ആ കാണുന്ന ഒരു വീടാണ്. അവിടെ ഒന്നും ആളുകൾ ഇപ്പോൾ താമസമില്ല, എല്ലാവരും ഒഴിവായി പോയതാണ്. ഇവിടെ വേറെ ഒരു വീടുണ്ട്. ഇവിടെ താമസമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിപ്പോൾ കയറി ഏകദേശം ഇതിൻ്റെ ഒരു എൻഡിങ്ങിലെത്തി. ഉണ്ടോ?
ഇവിടുന്ന് താഴോട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ വന്നത് ഇതുപോലെ പുല്ല് പിടിച്ച് കിടക്കുന്ന എൻ്റെ സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പുറത്ത് എന്തെങ്കിലും ഒരു സാധനം നിന്നാൽ നമുക്കറിയാനേ പറ്റില്ല കേട്ടോ. ആന നടക്കുന്നുണ്ടല്ലേ? അതാ പറഞ്ഞു ഇതൊന്നും നോക്കിയിട്ടൊന്നും കണ്ടില്ല. പുല്ലിൻ്റെ അത് നിന്നും അറിയൂലല്ലേ? അയ്യോ, നമ്മളൊക്കെ ജീവനെ പേടിച്ച പണി കഴിഞ്ഞിട്ട് വരുന്നത് അല്ലേ? പിന്നെ നമ്മള് 12 മണിയാണ് ജീവനെ പേടിച്ച വരുന്നത്. മണം ഭയങ്കരമായിട്ടുണ്ട്. ഇതിലൊക്കെ എങ്ങനെ മനസ്സിലല്ലേ? ഇതിലേക്ക് മനുഷ്യരെങ്ങനെ വരുന്ന് നടന്നു പോകുന്നല്ലേ? ഇപ്പം നമ്മളിത് 4 പേരുള്ളതുകൊണ്ട് അല്ലേ? 3 പേര്, നമ്മൾ 2 പേരുള്ളതുകൊണ്ട് അല്ലേ? ഒറ്റയ്ക്ക് വരുന്നവരെങ്ങനെ ഇതിലെ വരുമെന്ന് നടന്നു അല്ലേ? പേടിച്ചിട്ട് ഈ റോഡ് നടന്ന് അപ്പുറം എത്തുമ്പോൾ തന്നെ പതി ചെയ്യാൻ തരൂല്ലേ? ഇത് മൊത്തം CO ട്രിപ്പില്ല. ഇത് കച്ചി തെരുവപ്പല്ലേ? വീടല്ലേ? അതല്ല വരുന്നത്. ഇവര് ചാനലിനെ കൊടുക്കും കറക്റ്റ് പറയാ. ഇവിടെ അവസ്ഥ മരം പൊട്ടിച്ച് കായ്ക്കുന്നുണ്ടോ? ഗാനം വിളിച്ചിട്ടല്ലേ? ഗാനം ഇറങ്ങി വരുന്ന വഴിയല്ലേ? ഇതിപ്പം അടുത്ത് പൊട്ടിച്ചോ? എനിക്ക് അടുത്ത് പൊട്ടിച്ചാട്ടോ. ഫ്രഷ് ആയിട്ട് കല്ലിൻ്റെ പാട് കാണാം. ഇത് പാല് പോലും ഇല്ല. ഈ മരം പൊട്ടിച്ച് ഇവിടെ നിന്ന് നോക്കും. മരം പൊട്ടിച്ചിരുന്നു. മരം മറിച്ചിട്ടില്ല. ഇവിടെ ഒരാളുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ആനയുണ്ടാ? ഇവർ ഉപയോഗിക്കുന്ന വഴിയാട്ടത്. എന്താ ചേച്ചി? ഉടുമ്പ് അല്ലേ? വലിയൊരു ഉടുമ്പ്. ചാനയാണ് ചേച്ചി പറയുന്ന കേട്ടപ്പോ. മേലേ വരുന്നുണ്ട്. മേലന്ന് വന്ന സാധനം അത് അല്ലേ? ഞാൻ ഓടുന്ന കൊടുത്തിട്ട് അത് കുഞ്ഞി കല്ലുപുറത്ത് വെച്ചു ഓടുന്നിട്ട് ഈ കല്ലിലിങ്ങനെ നോക്ക് നല്ല കാണുന്ന സാധനത്തിനെ കാണുന്നത്. ചേച്ചി വഴിക്ക് നടന്നു വരുവായിരുന്നു? ഞാൻ ഈ ബൈക്ക് നടന്നു വരുവാ. ഞങ്ങൾ പുറകെ 2-3 പെണ്ണുങ്ങളുണ്ട്. അവരവിടെ ചായ കുടിച്ചോണ്ടിരിക്കാ. അപ്പൊ എനിക്കൊരു മരിച്ച വീട്ടിൽ പോണം. ഞാൻ മുമ്പിൽ ഓടി വന്ന് വരുമ്പല്ലേ ഇതിങ്ങനെ കൂടെ വരുന്നത്. ഓ, വലിയ സാധനം അത്. ആർക്കറിയാം, വലിയ സാധനല്ലേ? തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ഓടാൻ കളിക്കുന്നത്. ഞാൻ ഓർത്ത് പാമ്പന്നെയാണ്, പെരുപ്പാമ്പന്നെയാന്ന്. പെരുമ്പാമ്പിനെ കാണാറുണ്ടല്ലോ ഇവിടെ? പിന്നെ പെരുപ്പാമ്പില്ലേ? എന്റെ മുന്നത്തെ ഒരു പേടി. ഉടുമ്പാട്ടോ കാണുന്നത്. കണ്ടോ? ഇടുമ്പായാലും മുള്ള ഇടുമ്പച്ചി ആയാലും മുള്ള ഇന്ന് കുറെ പേടിച്ചാണ്. അയ്യോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് തങ്കമ്മ. ഈ വഴിക്കൊക്കെ സ്ഥിരം പോകുന്നല്ലേ? ഈ വഴിക്ക് സ്ഥിരം പോകുന്നു. വഴിക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഓസ് തന്നെ ഇത്. ഞാനോർത്ത് എന്റെ ഓസിന്റെ ഏപ്പെല്ലാം മൊത്തം പൊട്ടിക്കുന്നു. എന്നിട്ട് ഞാൻ പോയി ബാസറ്റിനും കൂട്ടി വരാൻ വേണ്ടി തുടങ്ങുന്ന ഓസിന്റെ ഏപ്പ് പൊട്ടിക്കണം. ഇതിന്റെ ഓട്ടത്തിന് ആന ഉണ്ടാവൂലേ? ആനയുണ്ട് മേലെ. മേലെയുണ്ട്. ഭയങ്കര മണമുണ്ട്. നിങ്ങൾക്ക് ഈ വഴിക്കൊക്കെ എന്ത് വിശ്വസിച്ച വരിക? അപ്പൊ എന്ത് ചെയ്യണ്ടേ? മുതലെല്ലാം പൊട്ടി. പിന്നെ നമ്മൾ 2 കൽപ്പിച്ചിട്ട് നമ്മൾ നടക്കുന്ന. പിന്നെ എന്നാ ചെയ്യണ്ടേ? പിന്നെ നമുക്ക് ഒരു മാർക്കും ഇല്ല, വഴിയില്ലല്ലേ? വഴിയില്ല. മതിൽ വഴി എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇതുവരെ മതിലിന്റെ പണി വന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും ആന നേരിട്ട് ഓടിക്കുന്ന കഴിഞ്ഞ ദിവസമല്ല, ഞാൻ ഇവിടുന്ന് തന്നെ ഈ പുറമ്പോക്കിൽ തന്നെ പുറകെ ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ചന്ദ്രൻ ഇവിടുന്ന് പോകുന്നുണ്ട്. ആന വന്ന് എന്റെ ദൈവമേ, അന്നല്ല ഞാൻ 1 ഇഞ്ച് രക്ഷപ്പെട്ടത്. ആന നേരെ എനിക്ക് നേരെ തന്നെ. ഞാൻ എങ്ങോട്ട് ഓടിക്കയറുന്നേ? മേലോട്ട്. അപ്പൊ ഈ കമ്പിന്റെ ഇടക്കൂടെ എനിക്ക് വേഗം അങ്ങോട്ട് പറ്റുന്നില്ല. ഇവിടെ ജനുവിന്റെ ചക്കാനോട് പറഞ്ഞു, തങ്കച്ചി ഇത് ആന തങ്കച്ചിൽ ഇപ്പം പിടിക്കുമെന്ന് പറയുമ്പോ ആന വന്ന് എന്റെ മുമ്പിൽ ചാടി. ഞാൻ അന്നല്ല രക്ഷപ്പെട്ടത്. പുള്ളിക്കാരനാണെങ്കിൽ തല കൈ വെച്ചിട്ടുള്ള കാര്യമെന്ന്. എന്തേണ്ടേ?
നമുക്ക് ചേച്ചിയുടെ ഭർത്താവ് അല്ലേ? ആ പകല് പോലെ നമുക്ക് നടക്കാൻ വഴിയില്ല ഇപ്പം ആനയെ കൊണ്ട്. ഒരു ഓസ് ബൈക്കിനെ നമുക്ക് ആ കോട്ടപ്പാറ ഓസും കൊണ്ട് തന്നെ പോകാൻ പറ്റുന്നില്ല. ഇതെല്ലാം ആനെ കൊണ്ട് പോയി കൊണ്ട് മുകളിൽ കൊണ്ട് ഇന്നലെ കൊണ്ട് 2-3 കൊണ്ട് മേലെ ഇട്ടു. ആനെ കൊണ്ട് മേലെ കൊണ്ടിട്ടു. ഇനിയിപ്പോൾ ആരെങ്കിലും പറമ്പിൽ കയറുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് വന്ന് എത്തി വയ്ക്കും, 2 വടക്കും പഠിച്ചിട്ട് ഒറ്റ പോക്ക് പോകും. പിന്നെ അടുത്തതിൻ്റെ പറമ്പിൽ കയറും. നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ വരുന്നുണ്ടോ? കോപ്പന്മാരല്ലേ ഇവര് വെറുതെ. അന്ന് ഇന്നലെ കൊണ്ട് ആനെ കൊണ്ട് ഇവിടെ കൊണ്ട് വിട്ടതാ. ഒന്ന് കിടക്ക് വന്ന് നോക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. നമുക്ക് എപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വെള്ളം പോകണോ, എല്ലാവരും ഓസും നമുക്ക് ഇവിടെ ഉള്ളത് മേലെ പൈപ്പ് കുടിവെള്ളം അല്ലേ? കുടിവെള്ളം എല്ലാം മേലെ ഉള്ളത്. അത് നന്നാക്കാൻ പോകണല്ലോ അല്ലേ? അത് നന്നാക്കാൻ പറ്റാത്താന്ന് പുള്ളിക്കാരൻ. പുള്ളി മിഞ്ഞാന്നെല്ലാം പോയിക്കൊണ്ട് വരുമില്ല. ഇവിടെ ഉണ്ട് മതിലിൻ്റെ അടുത്ത് ആന ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നെ ചെയ്യണ്ടേ? നമുക്ക് കുടിവെള്ളം വേണ്ടേ? എന്നും നമുക്ക് ഓസുണ്ട് മതി അതിൻ്റെ പുറത്ത് നടക്കാൻ പറ്റുമോ? ഒരു സാഹസിക ജീവിതമാണല്ലേ? അയ്യോ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ജീവിതം തന്നെ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് മകേഷ്. ഈ ബ്ലോക്ക് പത്തിലെ ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാട്ടാ? സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ആന പേടിച്ചിട്ട് നിൽക്കത്തില്ല, ചിലർ നിൽക്കുന്നില്ല. പിന്നെ ഒരുപാട് വീട് ഇവിടെ പണിതിട്ട് നല്ലത് നിൽക്കുന്ന ആളില്ല. പിന്നെ കാട് പിടിച്ചിങ്ങനെ കിടക്കും. പിന്നെ വീട് ഒരുപാട് ഇങ്ങനെ കുറേ വീടുണ്ട്, ഒത്തിരി വീടുകൾ ഇങ്ങനെ പണിതിട്ട് നിൽക്കുന്ന വീടുകൾ, ആൾ നിൽക്കാതെ. ഇപ്പം താമസിക്കുന്ന 5-8 വീട്ടുകാരേ ഉള്ളൂ. ഇവിടെ 5-8 കോട്ടപ്പാറ സൈഡ് 5-8 താമസക്കാരുണ്ട്, വീടുകളുള്ളൂ. പക്ഷെ വീടുകളെ എണ്ണം എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്, ഒരുപാട് വെറുതെ പണിതിട്ടേക്കുന്ന അല്ലേ? എല്ലാവരും ഒഴിവായിപ്പോയി, പേടിച്ചിട്ട് ആനയെ പേടിച്ചിട്ട് ഒഴിവായിപ്പോയി. അങ്ങനെയുള്ള അവസ്ഥകളാണ്. പിള്ളേർക്ക് പഠിക്കാനുള്ള ഇത് കിട്ടി. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ല, പഠിക്കാനുള്ള ഈ വഴി കൂടെ പിള്ളേർ പഠിക്കാൻ പോകുന്നല്ലേ? പഠിക്കാൻ ആന മതിൽ ഉച്ച സമയത്തൊക്കെ ആന വെള്ളം കുടിക്കാനെല്ലാം പോകുമ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉച്ച സമയത്ത് ആന ഇറങ്ങും, വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങും. അല്ലേ? ഈ കറണ്ട് കമ്പി ഇതിൻ്റെ അകത്തോടെ കറണ്ട് കൊടുത്തിട്ടും കാര്യമില്ല. ഒരു ഇത് മാതിരി ഇപ്പം ഈ മരം പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടിടും, പൊട്ടിച്ചാലും ആന കയറും. അല്ലേ? ഒച്ചയുണ്ട് അവിടെ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. ഇവർക്ക് രാത്രിയൊക്കെ രാത്രി ഒന്നും ചെയ്യാൻ കഴിയില്ല. അസുഖമായാലും അവിടെ വീട്ടിൽ ഇങ്ങനെ കിടന്നാലോ നല്ലൊരു രക്ഷയില്ല. ഒന്നും ചെയ്യത്തില്ല. നേരം വെളുപ്പിക്കാന്നുള്ളത് അല്ലാതെ ഒരു രക്ഷയില്ല. അല്ലാണ്ട് ഒരു വണ്ടി രാത്രി ഒന്നും വരികയില്ല, ഒരു രക്ഷയില്ല. ആംബുലൻസ് ഒന്നും വരില്ല. ഈ വഴി ആയതുകൊണ്ട് പേടിച്ചിട്ട് ജീവനം കൊണ്ട് ഓടുക. പേടിച്ചിട്ട് ജീവനം കൊണ്ട് ഓടും. പിന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ പിടിച്ചിരിക്കുന്നല്ലാതെ രക്ഷയില്ല. പുറത്ത് സ്ഥലമില്ലാത്തവൻ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ പോകും. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും കൂലിപ്പണി എടുത്ത് ജീവിച്ചിട്ട് എങ്ങനെയും 5 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. രക്ഷയില്ല. ചേട്ടന് ശരിക്കും 10 തന്നെയല്ല? എൻ്റെ 10. ഇവിടെയൊക്കെ നമ്മൾ ഇച്ചിരി മുന്നേ കണ്ട ആ പ്രദേശം പോലെ തന്നെ കിടന്ന പ്രദേശമാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടം വരെ വലിയ പേടിയില്ലാതെ വരാൻ പറ്റും. പക്ഷേ ഇതിനപ്പുറത്തോട്ട് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തൊന്നും നിന്നാൽ അറിയത്തില്ല. നല്ല ആനച്ചൂരുണ്ട് താനും. ചേച്ചി പറയുകയും ചെയ്തു തൊട്ട് മുകളിൽ ആന ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിന്ന് ആർളം ഫാമിലെ ബ്ലോക്ക് 10 കോട്ടപ്പാറ പ്രദേശത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. വളരെ ഭീകരമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു 5-8 കുടുംബം ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. പകൽ പോലും നമുക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ പേടിച്ച് ഊരറച്ച് നമുക്ക് അതിലെ പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു വഴിയാണ്. നല്ല രീതിയിലുള്ള ആനച്ചൂരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചേച്ചിമാർ സംസാരിക്കുന്ന കേട്ടാണ് തൊട്ട് മുകളിൽ തന്നെ ആനയുണ്ട് എന്ന് തന്നെയാണ് ആ ചേച്ചി സംസാരിച്ചത്. അപ്പോൾ അത്രത്തോളം ഭീകരമായൊരവസ്ഥയെ കൂടെയാണ് ഈ മനുഷ്യരൊക്കെ കടന്നു പോകുന്നത്. അവർ ജീവിക്കുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ്. വലിയ അവസ്ഥ തന്നെയാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഫെൻസിങ്, അവരുടെ ആ കറണ്ട് ഫെൻസിങ് ഒന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് അവർ പറയുന്നു. അതുപോലെ തന്നെ കാട്ടാനകളെ തുരത്തുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതും അവർ ഇതിൻ്റെ അത്ര പറയുന്നത് നമ്മൾ കേട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം. കാരണം വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ ഒരു മനുഷ്യരെല്ലാം ഉള്ളത് എന്നുള്ളത് നമ്മളിന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ ദേവി എന്ന് പറയുന്ന ചേച്ചി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേട്ടിരുന്ന് മരച്ചു പോകും കേട്ടോ. അമ്മാരി ഒരു സിറ്റുവേഷനെ കൂടെ കടന്നു പോയതാണ്. ആനയുടെ കൊമ്പ് ഇറക്കിയ പാട് നമുക്ക് ഇവിടെ നമ്മൾ നേരിട്ട് കണ്ടാണ്. അതുപോലെ തന്നെ കാലയിലൊക്കെ ചവിട്ടിയിട്ടുണ്ട്. കുറേ ദൂരം ആ ചേച്ചീനെ ഇട്ട് ഉരുട്ടി എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ ചേച്ചി മരണത്തിന് കീഴ്പ്പെടാതെ രക്ഷപ്പെട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചു. അത് വലിയ എന്താ പറയുക, ഒരു ധീരമായ ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ചേച്ചി അനുഭവിക്കാനുള്ളതൊക്കെ ആ ചേച്ചി കുറച്ച് സമയം കൊണ്ട് അനുഭവിച്ച് കഴിഞ്ഞു. ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ ആ ചേച്ചി തുടർന്നുകൊണ്ട് പോവുകയാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവരെല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യം. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുണ്ട്. പലരും പറയാൻ മടിക്കുകയാണ്. കാരണം പറഞ്ഞു മടുത്തു. അവർ തന്നെ പറയാണ്, നിങ്ങൾ ചാനലുകാരുടെ അടുത്ത് നമ്മളിങ്ങനെ
പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്, വെറുതെ ഇങ്ങനെ പറയാമെന്നല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരു മാറ്റവും ഇവിടെ വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവരോട് പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല. ഏതായാലും ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണട്ടെ, എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു പരിഹാരം കാണിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പ് വരുത്തുകയോ ചെയ്യുക. കാരണം തികഞ്ഞ ഒരു മനുഷ്യാവകാശ ലംഘനം പോലെ തന്നെയാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ കുട്ടികൾ ഇതിലെ സ്കൂളിൽ പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ അവസ്ഥ തന്നെയാണ്. ഒത്തിരി ആളുകൾ കുട്ടികളുടെ പഠിത്തം പ്രധാനപ്പെട്ട കാരണമായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് രാവിലെ ഇതിലെ നടന്നു പോവുക എന്ന് പറയുന്നത് ഹിമാലയൻ ടാസ്ക് ആയതുകൊണ്ട് തന്നെ പലരും ഇവിടുന്ന് ഒഴിവായി പോയിരിക്കുകയാണ്. ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം അവിടെ താമസിക്കുന്നത്. എന്നാൽ വീടുകളൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് ഈ കാടിൻ്റെ അകത്ത് ഇങ്ങനെ കാണാം, വീടിൻ്റെ മേൽക്കൂര മാത്രമായിട്ട് അത്രയും വീടിനോടൊപ്പം ഒത്തി കാടുകളൊക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രദേശത്തെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്